വെള്ളാപ്പള്ളി ലീഗിനെതിരെ പറയുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെയാണെന്നും മലപ്പുറം ജില്ലക്കെതിരെയാണെന്നും വെള്ളാപ്പള്ളിയുടെ ഒളിയമ്പുകൾ എന്നുള്ള ആരോപണം ശക്തമാണ് എല്ലായിടത്തും. ഇടതുമുന്നണിക്ക് ലഭിക്കേണ്ടിയിരുന്ന വോട്ടുകൾ വെള്ളാപ്പള്ളി ചോർത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി തട്ടിയെടുത്തു, വെള്ളാപ്പള്ളി തട്ടിമാറ്റി എന്നൊക്കെയുള്ള ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് മലപ്പുറത്ത് CPM-ന്റെ ജില്ലാ സെക്രട്ടറി മുന്നോട്ട് വരുന്നത്. അദ്ദേഹം പറഞ്ഞു, വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം പ്രസ്താവനകളെ, ലീഗിനെതിരെയുള്ള പ്രസ്താവനകളെ മലപ്പുറം ജില്ലക്കെതിരെയുള്ള പ്രസ്താവനയായിട്ടും, അതുമാത്രമല്ല മുസ്ലിം സമുദായത്തിന് ഒന്നടങ്കം എതിരായിട്ടുള്ള പ്രസ്താവനയായിട്ടും വ്യാഖ്യാനിക്കുന്നത് ചില കേന്ദ്രങ്ങളാണ്. UDF ഭരണത്തിലിരിക്കുമ്പോൾ ന്യൂനപക്ഷ സംരക്ഷണ സമിതി എന്നൊരു സമിതി ഉണ്ടായിരുന്നു. അതിനകത്ത് ലീഗിലെ ആളുകളും ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളിയും ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി ആയിരുന്നു അതിന്റെ അമരത്ത് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ വെള്ളാപ്പള്ളി ഉദ്ദേശിച്ചതുപോലെ, അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന് മലപ്പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രതീക്ഷിച്ച അത്ര ലഭിച്ചില്ല. ജനസംഖ്യയ്ക്ക് ആനുപാതികമായ വികസന പദ്ധതികൾ രേഖ സമർപ്പിച്ചിട്ടും അവർക്ക് അത് ലഭിക്കാതെ പോയി. അതിലുള്ള വേദനയാണ്, ലീഗുകാർ ചതിച്ചതിലുള്ള വേദനയാണ് വെള്ളാപ്പള്ളി പങ്കുവയ്ക്കുന്നത്. വെള്ളാപ്പള്ളി ഇക്കാര്യം പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന് എതിരാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ വോട്ട് രാഷ്ട്രീയം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അനിൽകുമാർ കൃത്യമായി പറയുന്നുണ്ട്, മലപ്പുറം ജില്ലയിൽ വെള്ളാപ്പള്ളിക്ക് വിലക്കോ അല്ലെങ്കിൽ വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലക്കാരെ അടച്ചാക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം CPM തറപ്പിച്ച് പറയുന്നു. പിന്നെ വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രതിരോധം സൃഷ്ടിക്കുവാനുള്ള ഉത്തരവാദിത്വം CPM-ന് ഇല്ലതാൻ. CPM ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നത് എന്താണ്? ഇക്കാര്യത്തിൽ മാത്രമാണ്. മുസ്ലിം സമുദായത്തിനെ എതിർത്തല്ല വെള്ളാപ്പള്ളി സംസാരിക്കുന്നത്, ലീഗിനെ എതിർത്താണ്. അതൊരു പ്രതിരോധമാണ്. രണ്ട്, വെള്ളാപ്പള്ളിക്ക് അർഹമായ യാതൊന്നും UDF കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി ഇടതുമുന്നണിക്കും പിണറായി വിജയനും സ്തുതി പാടി ഒപ്പം നിൽക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ, വെള്ളാപ്പള്ളിക്ക് സ്വന്തം കാറോ അല്ലെങ്കിൽ സ്വന്തം ബന്ധുവസോ സ്വന്തം സുരക്ഷയോ ഇല്ലാഞ്ഞിട്ടല്ല. ഒരേ സ്ഥലത്തേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം MA ബേബി തന്നെ പറഞ്ഞു, ഒരേ സ്ഥലത്തേക്ക് 2 ഗസ്റ്റുകൾ പോകുമ്പോൾ വാഹന ഇന്ധന ലാഭം, അന്തരീക്ഷ മലിനീകരണം ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരേ വാഹനത്തിൽ ഒന്നിലധികം അതിഥികളെ അല്ലെങ്കിൽ ഗസ്റ്റുകളെ കൊണ്ടുപോകുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിന്റെ ഭാഗമായി ഇപ്രകാരം ചെയ്തു എന്ന് കരുതിയാൽ മതി എന്നാണ് MA ബേബി പറഞ്ഞത്. പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. CPM വെള്ളാപ്പള്ളിയെ പ്രതിരോധിക്കുന്നത് ചില കാര്യങ്ങളിൽ മാത്രമാണ്. വെള്ളാപ്പള്ളി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ സാമുദായിക കാര്യങ്ങൾക്കും, സമൂഹത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കുമൊക്കെ CPM വെള്ളാപ്പള്ളിക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല. പകരം വെള്ളാപ്പള്ളി മലപ്പുറം ജില്ലയെക്കുറിച്ചും ലീഗിനെതിരെയും പറഞ്ഞ വാക്കുകൾ മുസ്ലിം സമുദായത്തെ ആകെ ആക്രമിച്ചതാണ് എന്ന ഒരു വ്യാഖ്യാനം കേരളത്തിൽ പൊതുവെ ഉണ്ട്. അത് തെറ്റാണ്. അങ്ങനെ ഒരു രീതിയല്ല വെള്ളാപ്പള്ളി പിന്തുടർന്നത്. വെള്ളാപ്പള്ളി കൃത്യം ലീഗും UDF-ഉം വെള്ളാപ്പള്ളിയെ ചതിച്ച കാര്യമാണ് പറഞ്ഞത് എന്ന പ്രതിരോധമാണ് CPM സൃഷ്ടിക്കുന്നതും വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നതും.